വിവിധ ജില്ലകളിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹ് നമസ്കാരത്തിന് പാളയം ഇമാം VP സുഹൈബ് മൌലവി നേതൃത്വം നൽകി. നമസ്കാരത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികളായ ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും പങ്കെടുത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. കൊല്ലം നഗരത്തിലെ മസ്ജിദുകൾ, ബീച്ച്, കർബല മൈതാനം എന്നിവിടങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. കൊല്ലം ബീച്ചിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ കുടുംബസമേതം പങ്കെടുത്തു. കൊച്ചിയിൽ ഈദ് നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കലൂർ സ്റ്റേഡിയത്തിൽ സംയുക്ത മഹൽ കമ്മിറ്റികളാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത്. കൊച്ചിയിൽ ഈദ് നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കലൂർ സ്റ്റേഡിയത്തിൽ സംയുക്ത മഹൽ കമ്മിറ്റികളാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത്. പുല്ലേപ്പടി ജുമാ മസ്ജിദ് ഇമാം സലാഹുദ്ദീൻ മദനി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. മലപ്പുറത്ത് നടന്ന ഈദ്ഗാഹിന് ശിഹാബ് പൂക്കോട്ടൂർ നേതൃത്വം നൽകി. മാ അദിൻ ഗ്രാൻഡ് മസ്ജിദിലെ പെരുന്നാൾ നിസ്കാരത്തിന് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സമസ്ത സെക്രട്ടറിയും മാ അദിൻ അക്കാദമി ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിം ഉൽ ഖലീൽ അൽ ബുഖാരി നേതൃത്വം നൽകി. غير المغضوب عليهم ولا الضالين. കോഴിക്കോട് ബീച്ചിൽ സംയുക്ത ഈദ്ഗാഹ് നടന്നു. പെരുന്നാൾ നമസ്കാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ കുടുംബസമേതം പങ്കെടുത്തു. എല്ലാവരും തുല്യരാണെന്ന് പാളയം ജുമാ മസ്ജിദ് ഇമാമും KNM സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഹുസൈൻ മടവൂർ പറഞ്ഞു. എല്ലാവരും അല്ലാഹുവിന്റെ സമന്മാരാണ്. കാരണം അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.